ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. എന്താ ഈ സാധനം എന്നറിയോ? നമ്മുടെ ഈ എക്സ്പൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സാധനം. നമ്മൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവാം. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള രീതിക്കുള്ള മോഡിഫിക്കേഷൻ ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിക്കാണ് ഈ സാധനം എന്താണെന്ന്. നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തോ സാധനം ഒന്നും. അല്ലാത്തൊരു സാധനം കണ്ടതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യുക. വേണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. വേണ്ട, നെറ്റൊക്കെ തറയിൽ പോയി. നെറ്റും കുറെ ഇത് നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇവിടെ കിടക്കട്ടെ. വേണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം, പ്രോ ഡിസ്ക്. നമ്മുടെ എക്സ്പൾസിന് വേണ്ടിയിട്ടുള്ള പ്രോ ഡിസ്ക്. ഇത് ഞാൻ നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. അതായത് ഇതെല്ലാം പൊട്ടിക്കിടക്കുന്നത്. വേണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോ ഡിസ്ക് സാധനം. ഇത് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ടൂള്. ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ സ്ക്രൂ ഐറ്റംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കേബിൾ ടൈ ഉണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വേണ്ട ഗൈസ്, കുറേ നട്ട്, ബോൾട്ട്, പിന്നെ കേബിൾ ടൈ. ഇത് ഇത്രയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമുക്കിത് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം യൂസ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഗൈസ്, ഇത് ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. മെയിനായിട്ട് ഈ ടെക്നോളജിയും ഈ സാധനങ്ങളും ഒക്കെ ഈ പ്രോ ഡിസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോട്ടോ GP അതേപോലെയുള്ള റേസുകളൊക്കെ ഇല്ല, അതേപോലുള്ള റേസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഗുണമെന്ന് വെച്ചാൽ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാനും പെട്ടെന്ന് പോകാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് മോട്ടോ GPയിൽ ഈ ഒരു പ്രോ ഡിസ്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ സാധാരണ നോർമൽ ബൈക്കിലേക്ക് ഇതേപോലെയുള്ള പ്രോ ഡിസ്കുകളൊക്കെ വെക്കുമ്പം അതിനൊരു ദോഷം സൈഡുകളുണ്ട്. അതെന്താണെന്നറിയാം. ഇതിപ്പം വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, വലിയ വെയിറ്റ് ഒന്നും ഇല്ല. പക്ഷേ ഈ ചെറിയൊരു വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മുടെ ഈ വീലിലേക്ക് കയറുമ്പം നമ്മുടെ വീലിൻ്റെ അൺസ്പ്രിങ് വെയിറ്റിന് ചെറുതായിട്ടുള്ള ഒരു ഇത് വരും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ പെട്ടെന്നൊരു വെയിറ്റ് വരുമ്പം അത് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രീതിക്കും കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു എയറോഡൈനാമിക്സും അതൊക്കെ നോക്കിയിട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ ഒരു വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് കാര്യമായിട്ടുള്ള വെയിറ്റ് ഇല്ല എന്നെങ്കിൽ പോലും വെയിറ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ അതിന് കുറച്ച് ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. അതാണ് മെയിനായിട്ടുള്ള ഒരു ദോഷം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, സാധനം സൂട്ടാവുന്നില്ല. ഇത് ചെറിയ സൈസ് പണി കിട്ടി, മൂഞ്ചി രീതി അവസ്ഥ. ഇനി എന്തോ ചെയ്യോ, ഇതിന് റിട്ടേൺ അയക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, മിക്കവാറും ചിലപ്പോഴേ ഈ വീഡിയോ ഇടത്തുള്ളൂ. ഇല്ല, ഞാനൊരു വേറൊരു വണ്ടിക്കകത്ത് ചെയ്തിട്ട് അതിനകത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരും. എന്നാൽ നമ്മൾ ചുമ്മാ ഇത് വെറുതെ വിടത്തില്ല. വെറുതെ വിടാൻ ഉദ്ദേശിച്ചപ്പോൾ ഇല്ല.